ഈ കഴിഞ്ഞ ഇടത് സർക്കാരിന്റെ കാലത്ത് അവരുടെ ഓഫീസിൽ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരെ ഞരമ്പന്മാർ വിളയാടിയിരുന്ന ഒരു കാലമായി. അതെ, ഉന്നത പദവി വഹിക്കുന്നവർ മുതൽ താഴെ അറ്റം വരെ ഉള്ളവർ ഏതായിരുന്നു എന്നുള്ളത് സ്വപ്ന സുരക്ഷ ഉൾപ്പെടെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിളയാടിയിരുന്ന ഒരു ഞരമ്പൻ ഇന്ന് സസ്പെൻഷനിലായി. അതായത് ഒരു മുൻ മന്ത്രിയുടെ ഗൺമാൻ, മന്ത്രി അപ്പൂപ്പൻ വി ശിവൻകുട്ടിയുടെ ഗൺമാൻ. എന്ത് പറഞ്ഞാലും ഏത് പറഞ്ഞാലും ട്രോളുകൾ കൊണ്ട് സർക്കാരിനെ ബുദ്ധിമുട്ടിലാഴ്ത്തുന്ന വി ശിവൻകുട്ടി സ്വന്തം ഗൺമാൻ പഴയതാണ്, ഇട്ടിട്ട് പോയിട്ടുണ്ട്, മന്ത്രി മാറിയപ്പോൾ മാറുകയും ചെയ്തു. എങ്കിൽ പോലും ഗൺമാന്റെ കൈക്രിയകൾ ഉണ്ടായതും ബസ്സിൽ പോയ പെണ്ണിനെ തോണ്ടിയതും അവസാനം മൊബൈലെല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടും പോയതും വൈറലാവുകയും ചെയ്തു. എന്തായാലും ഇന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇത്രയും വൈകി എന്നാണ് ഇപ്പം നമുക്ക് അറിയേണ്ടത്. കാരണം ഈ സംഭവം നടന്നിട്ട് ഏതാണ്ട് 2-3 ആഴ്ച ആവുന്നു. അതെ. പിന്നെ എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം പിന്നെ ഒരു മന്ദം കമ്മിയായിരിക്കാം, അല്ലെങ്കിൽ മന്ത്രിയുടെ ഗവൺമെന്റ് ആക്കില്ലല്ലോ. പ്രജീഷ് എസ് നായർ എന്നാണ് പേര്. SAP ക്യാമ്പിൽ ആയിരുന്നു ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പൊ എന്താണ് സംഭവം, ഇയാൾ പോലീസുകാരനാണെന്നോ ഗൺമാനാണെന്നോ ഒന്നും ആരും അറിഞ്ഞില്ല. ഇപ്പൊ നമുക്കറിയാം, മാസങ്ങൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരനെ കൊലയ്ക്ക് കൊടുത്ത ഒരു സംഭവം നമ്മൾ കണ്ടതാണ്. ഒരു ബസ്സിൽ കയറിയിട്ട് ഒരു പെണ്ണ് മൊബൈൽ റീൽസ് ചെയ്യുന്ന പോലെ അയാളുടെ ദേഹത്തേക്ക് തന്റെ ശരീരം അടുപ്പിച്ചതിന് ശേഷം അയാള് ഇവരെ തോണ്ടി എന്നുള്ള നിലയിൽ കൊണ്ടുവരികയും പിറ്റേന്ന് ആ ചെറുപ്പക്കാരൻ പോയി ആത്മഹത്യയും ചെയ്യുകയും ചെയ്ത ഷിംജിത എന്ന് പറയുന്ന യുവതിയുടെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്. എന്താണെങ്കിലും അതിനുശേഷം ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ കുറഞ്ഞിരുന്നു. അത് ഈ പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്, ബസ്സായാലും ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്, ആണുങ്ങളെ ഇതുപോലെ കൊടുക്കാൻ എന്നുള്ള രീതിയിൽ ഒരു പ്രചാരണം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുകയും സോഷ്യൽ മീഡിയ ഉണ്ടാവുകയും ഇത്തരം സംഭവങ്ങൾ പിന്നീട് റിപ്പോർട്ട് ചെയ്യുന്നത് കുറഞ്ഞു വരികയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു യുവതി, ഒരു പെൺകുട്ടി എന്ന് തന്നെ പറയാം, കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പാണെന്ന് തോന്നുന്നു, ഒരു ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്തു. ഈ പെൺകുട്ടി കണ്ടക്ടറുടെ സീറ്റിലിരിക്കുന്നു, അതിൻ്റെ പിന്നിലിരുന്ന ഒരാൾ കൈയിട്ട് എത്തി അവരുടെ ശരീരത്തെ ഇതിനിടക്കൂടെ കയറ്റി അമർത്താൻ ശ്രമിക്കും. ആദ്യം ഒന്ന് അമർത്തിയപ്പം ഈ കുട്ടിക്ക് മനസ്സിലായി പുറകിൽ നിന്നാണ് വരുന്നത്, പണിയാണ് വരുന്നത്. കുട്ടി എന്ത് ചെയ്തു, പതുക്കെ വീഡിയോ മൊബൈൽ ഓണാക്കി സെൽഫി മോഡിൽ ഇട്ടുകൊണ്ട് ഇത് പുറകോട്ട് പിടിച്ചു. വീണ്ടും ഇയാൾ കയറി പിടിച്ച സമയത്ത് കൊച്ചങ്ങ് മാറിക്കൊടുത്തു. മാറിയപ്പോൾ ഇയാളുടെ കൈ ഇങ്ങനെ വരുന്ന ആ വീഡിയോ അതിനകത്ത് പിന്നെ പതുക്കെ അയാളുടെ മുഖമൊക്കെ കാണിച്ച് കുട്ടി ചോദ്യം ചെയ്യുന്ന, കുട്ടിക്ക് അതിനകത്ത് യാതൊരു സങ്കോചം ഉണ്ടായില്ല. മുഖം ഒന്നും മറച്ചല്ല ആ കൊച്ച് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്ത് ഇത് വെച്ച്. അപ്പോഴത്തേക്ക് ഇയാൾ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറുന്നതും പരുങ്ങുന്നതും ഒക്കെയാണ് ആ വീഡിയോയിൽ എനിക്ക് തോന്നുന്നത്. ഇദ്ദേഹം ഈ ഞരമ്പൻ്റെ ഒരു പ്രശ്നം, 5 വർഷം മന്ത്രി ഗവൺമെന്റായിരുന്നപ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഇതിനൊന്നും സമയം കിട്ടിക്കാണല്ലോ പുള്ളിക്ക്. ബസ്സിലൊന്നും കയറാൻ സമയമില്ലല്ലോ. പിന്നെ സദാസമയം സഖാവിന്റെ ആമ്പടി പോവുകയും, ഇതിന് അംഗരക്ഷകനാണല്ലോ, തോക്കാണല്ലോ, ഗൺമാനാണല്ലോ. ഇവിടെ അംഗരക്ഷകനായിരുന്നു, അംഗം രക്ഷിക്കാൻ നോക്കിയതാണ്. അപ്പോൾ ആണ് അദ്ദേഹത്തെ പിടിച്ചത്. അപ്പൊ ഈ ഇദ്ദേഹത്തിനൊരു കുഴപ്പം പറ്റി എനിക്ക് 2 വീശിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം ഇങ്ങനെ ഈ ചിലർക്ക് ഈ 2 ഒക്കെ അടിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടാകാറുണ്ട്. ഇത് ഈ പണ്ട് കാലത്ത് ഒരു കലാരൂപമായിരുന്നു ഈ ബസ്സുകളിൽ, വലിയ പ്രശ്നമായിരുന്നു. കാരണം അത് നമുക്ക് പലപ്പോഴും പണി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പുറകിലൊക്കെ നിൽക്കുന്ന എവിടെയെങ്കിലുമൊക്കെ കൈയിട്ട് ആരെങ്കിലുമൊക്കെ സ്ത്രീകളെ തോണ്ടും, അവർ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെ ആയിരിക്കും കാണുന്നത്. അത് നമുക്ക് അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകുന്ന, പണി കിട്ടുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ബസ്സുകൾ കുറവാണ്, യാത്രക്കാർ കൂടുതൽ. ഇന്നിപ്പോൾ ബസ്സുകൾ കൂടുതലുണ്ട്, യാത്രക്കാർ കുറവാണ്. എന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ റൂട്ടിലൊക്കെ ആകെ 2 ബസ്സാണ് സർവീസ് നടത്തുന്നത്. രാവിലെ 2, ഉച്ചയ്ക്ക് 2, വൈകിട്ട് 2, അങ്ങനെ 6. ഈ ഓരോ തവണയും വണ്ടി പോകുമ്പോൾ അതിനകത്ത് മാക്സിമം ആൾക്കാർ കുത്തി കയറി അങ്ങനെ പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതേപോലെയുള്ള ഒരു അവസ്ഥയിലാണ് ഈ ഇദ്ദേഹം. പക്ഷേ ഈ തിരക്കില്ലാത്ത ബസ്സാണ്, ഈ ഡ്രൈവർ സീറ്റ് പുറകിലത്തെ സീറ്റിൽ നീളത്തിലുള്ള സീറ്റ്. തിരുവനന്തപുരം ജില്ലയിലെ കല്ലറയിലോ മറ്റോ സംഭവം നടന്നത്. എന്തായാലും ആ പെങ്കൊച്ച് പരാതി ഒന്നും കൊടുത്തില്ല. ആ പെങ്കൊച്ച് ഇതെടുത്ത് പോസ്റ്റ് ചെയ്തേ ഉള്ളൂ. പക്ഷേ ഈ ആളിനെ നാട്ടുകാർ തിരിച്ചറിഞ്ഞു, ഇത് ഇന്ന ആളാണ്. ആയ കാലത്ത് അവിടെ പ്രൗഢി നടന്നായിരിക്കും. മന്ത്രിയപ്പന്റെ ഗൺമാനാണ്, മന്ത്രിയപ്പനെ തോക്കൊണ്ട് നടക്കുന്ന ആളാണ് പുള്ളി. അന്നായിരുന്നെങ്കിൽ ഈ നടപടി വരത്തില്ലെന്ന് മാത്രമല്ല, ഈ പെങ്കൊച്ചിനെ സൈബർ സഹാക്കളെല്ലാം കൂടെ കൊന്നേനെ. മാത്രമല്ല ഈ പെൺകുട്ടി കേസിൽ പ്രതിയായനും കലാപാഹ്വാനം കുടുംബം തുറക്കാൻ നോക്കിയെന്നൊക്കെ പറഞ്ഞ് പിണറായി പറഞ്ഞേനെ. എന്തായാലും ഇത് പരാതി ഇല്ലെങ്കിൽ പോലും ഇത് വൈറലായതോടെ അന്വേഷണം വന്നു, കമാൻഡന്റ് റിപ്പോർട്ട് കൊടുത്തു. ഇയാളുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത് വളരെ മോശപ്പെട്ട പ്രവൃത്തിയാണെന്നും ഇയാളിത് നിഷേധിക്കുകയും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ അദ്ദേഹം ആ സമയത്ത് ഒരാളെ മനസ്സിൽ ധ്യാനിച്ചായിരിക്കും ഇത് എഴുതി കൊടുത്തു. അറിയാന്നറിയാം, അപ്പം ഗോവിന്ദനെ. ഇത് AI ആണെന്നായിരിക്കും അദ്ദേഹം എഴുതി കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ ഈ പെൺകുട്ടിക്ക് അറിയില്ല ഇത് ആരാണെന്ന്, ഈ വണ്ടിയിലിരുന്നവർക്ക് അറിയില്ല. ഇത് പക്ഷേ പുറത്ത് വന്നതോടെ ഈ ആശാൻ്റെ പണിയായിപ്പോയി. അതിൻ്റെ തുടർന്നാണ് ഇന്നിപ്പം മന്ത്രിയപ്പൻ്റെ ചടങ്ങുകളൊക്കെ അദ്ദേഹം സഫാരി സൂട്ടൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പുറത്ത് വന്നിട്ടുണ്ട്. അതെ അതെ, ഇദ്ദേഹം റെഡിയായി നിൽക്കുകയാണ്. മന്ത്രി അടുത്ത അംഗരക്ഷകനല്ലേ അദ്ദേഹം. ഇതിപ്പം നിലവിൽ ഇനിയിപ്പോൾ UDF-കാരുടെ ആരുടെയെങ്കിലും ഗൺമാനായിരുന്നു എന്ന് വിചാരിക്കുക. എന്താകും ഇവിടെ സംഭവിക്കുക? അതെ അതെ, VD സതീശൻ്റെ അതല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ മറ്റോ ഗൺമാൻ ആയിരുന്നെങ്കിൽ ഇവിടെ എന്തെല്ലാം പൊടിവരം നടന്നത്. ഇവിടെ പൊടി ആരും കണ്ടിട്ടില്ല, സാക്കളാരും കണ്ടിട്ടില്ല. ഈ അന്തം കമ്മികളോ ഈ സോഷ്യൽ മീഡിയയിലെ ജന്തുക്കളൊന്നും ഈ സാധനം കണ്ടിട്ടില്ല, അവരറിഞ്ഞിട്ടില്ലേ. എന്താണെങ്കിലും ആ ആളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ആളെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ചെന്ന് കാണും, ആ മേളയിൽ നിന്ന് ചോദ്യം വന്ന് കാണും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആള് ഇതിൽ ഉൾപ്പെട്ടിരുന്നു എന്ന് മനസ്സിലാവുന്നു. സമൂഹ മധ്യത്തിൽ അന്തസ്സിനെ നിരക്കാത്ത രീതിയിൽ പെരുമാറി എന്നുള്ളതാണ് കുറ്റം വന്നിരിക്കുന്നത്. എന്തായാലും ഞരമ്പനായിരുന്നു എന്നുള്ളത്, കാരണം ഞരമ്പന്മാരുടെ കൂടെ സഹവസിച്ച് ആ ഒരു വിധത്തിലായതായാലും സാധ്യതയുണ്ട്. കാരണം അവിടെ മൊത്തം ഞരമ്പന്മാരാണ്, മരനെടുക്കാരാണ്, എല്ലാവരും കൂടെ ഉണ്ട്. അപ്പം ആ പാടെ മന്ത്രിയെ പോകാൻ മാത്രം, മന്ത്രിയെ പോകാൻ എന്തായാലും അത്ര ശീലങ്ങളൊന്നുമില്ല കേട്ടോ. മന്ത്രിയെ പോകാൻ അക്കാര്യത്തിലൊക്കെ ഒരു മാന്യനായ മനുഷ്യനാണ്, കുഴപ്പക്കാരൊന്നുമില്ല. പക്ഷേ ബാക്കി സാഹസിച്ചത് മുഴുവൻ ഇത്തരക്കാരാണല്ലോ. അവരുടെ കൂടെ ഇരുന്ന് അവരെ കഥകളൊക്കെ കേട്ട് അദ്ദേഹത്തിന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടതായിരിക്കും. അതെ, എന്തായാലും ഇതിനെക്കുറിച്ച് ഈ ഇത്തരം അന്തം കമ്മികളുടെ ഈ സോഷ്യൽ മീഡിയ കമന്റിൽ നമ്മൾ എന്താണെന്നുള്ള പ്രതീക്ഷിക്കുന്നുണ്ട്. മിക്കവാറും വിശദീകരണമായിരിക്കും വന്നിട്ടുള്ളത്. ഈ പെൺകുട്ടി കോൺഗ്രസ്സുകാരിയാണെന്നോ മറ്റോ പറഞ്ഞിട്ട് കൊടുക്കാൻ വേണ്ടി വന്നതാണെന്നൊക്കെ വിഷയമൊക്കെ കൂടെ എടുത്ത് ഇടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇനി കൊച്ചു നേരെ സൈബർ ആക്രമണം ഉണ്ടായിക്കൂടൊന്നും ഇല്ല. എന്താണെങ്കിലും കൃത്യമായ നടപടി പോലീസ് സ്വീകരിച്ചു. അത് വളരെ അഭിനന്ദനാർഹമാണ്. വനിതാ സാംസ്കാരിക ആയെങ്കിലും കാണുന്നില്ല ആരെ. അതെ അതെ അതെ, അവരെയും കാണുന്നില്ല. എന്താണെങ്കിലും സർക്കാർ കൃത്യമായ നടപടി സ്വീകരിച്ചു. വളരെയധികം എടുത്തു പറയത്തക്ക രീതിയിൽ പരാതിയൊന്നും ഇല്ലാതിരുന്നിട്ട് പോലും ഇത്തരം ഒരു പ്രവണത ഇനിയും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്നെ. ഇവർ നമ്മളെ സംരക്ഷിക്കേണ്ടവരാണ്. നമ്മളെ ഉപദ്രവിക്കാൻ ഇറങ്ങിയതാണെങ്കിൽ ഇവരെ സർവീസ് വെച്ചോണ്ടിരിക്കാനേ കൊള്ളില്ല. തെളിയിക്കപ്പെടുകയാണെങ്കിൽ സർവീസ് ടെർമിനേറ്റ് ആണ് ഏറ്റവും നല്ലത്.